Hello guys, I am Atman and welcome back to my channel Superness. Don't Superness or super heroes. സൂപ്പർനെസ്സിൻ്റെ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മാർവൽ ടോളിലേക്ക് എല്ലാ സൂപ്പർ ഹീറോ ഫാൻസിനും ഗൈസ് അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ മാർച്ച് 5-ന് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ റിലീസാവാൻ പോവുകയാണ്. അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓസം ആൻഡ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഈ ഒരു ഡെയർഡെവിൾ ബോൺ അഗൈൻ സീരീസ് എന്ന് പറയുന്നത് TVMA ആണ്. അതായത് അഡൾട്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ്, കുട്ടികൾക്ക് റെക്കമെൻഡഡ് അല്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. ആൻഡ് ഇതിൻ്റെ റിലീസ് ടൈമും റിലീസ് ഡേറ്റും നോക്കുകയാണെങ്കിൽ നാളെ മാർച്ച് 5-ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഇറങ്ങാൻ പോകുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ നാളെ പ്രീമിയറായിട്ട് 2 എപ്പിസോഡ് ഇറങ്ങുന്നുണ്ട്. രാവിലെ 7:30 ഇന്ത്യൻ സമയം 7 AM രാവിലെ 7 മണിക്കാണ് 2 എപ്പിസോഡും പ്രീമിയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു സീരീസ് വന്നിട്ട് ഡെയർ ഡെവിളിൻ്റെ സ്റ്റോറി ആയിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഡെയർ ഡെവിൾ ആ ഒരു വിജിലാൻറ്റി ഇതിൽ നിന്ന് മാറിയതിന് ശേഷമുള്ള ഡെയർ ഡെവിളിൻ്റെ ലൈഫായിരിക്കും കാണാൻ പോകുന്നത്. ഒരു അഡ്വക്കേറ്റൊക്കെ ആയിട്ട് ഡെയർ ഡെവിൾ മുന്നോട്ട് പോകുന്നതായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇതിൽ എനിക്ക് ട്രെയിലറും ടീസറും കണ്ടിടത്തോളം വെച്ച് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കിങ് പിൻ ഒരു വില്ലനാണോ എന്ന്. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. കാരണം കിങ് പിന്നാണ് ഓഫ്കോഴ്സ് ഈസ് എ വില്ലൻ. ഇതിലെ വില്ലൻ എന്ന ആൾക്കാർ പറയുന്നത് മ്യൂസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ചിലപ്പോൾ വില്ലനായിട്ട് വന്നേക്കാം. ടീസറിലും ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്തായാലും എപ്പിസോഡ് ബ്രേക്ക് ഡൗണൊക്കെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു സീരീസിൻ്റെ ഒരു ഏർലി പ്രീമിയറൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. വളരെ നല്ല റിവ്യൂസ് തന്നെയാണ് വരുന്നത്, നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സീരീസ് എന്താ പറയുക 18 എപ്പിസോഡാണ് ടോട്ടൽ അവർ പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഈ ഒരു 9 എപ്പിസോഡ് ഈ ഫസ്റ്റ് സീസണിലും 9 എപ്പിസോഡ് അടുത്ത വർഷത്തിൽ രണ്ടാമത്തെ സീസണായിട്ട് ഇറക്കാനാണ് മാർവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ്റെ ഓരോ സീസണും ഓരോ വർഷമായിട്ട് ഇറങ്ങുമെന്നാണ് മാർവൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവർ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണ് ഡെയർ ഡെവിൾ ബോൺ അഗൈൻ്റെ സീസൺ 1 പോലും നാളെയാണ് ഇറങ്ങുന്നത്, അതുപോലെ ഇറങ്ങിയില്ല. അതിന് മുമ്പ് സീസൺ 2ൻ്റെ ഷൂട്ടിംഗ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു സീരീസ് വളരെ ബ്രൂട്ടലായിരിക്കും. നമ്മൾ മാർവലിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്രൂട്ടലിസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് തന്നെയായിരിക്കും. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ പറയുക, ഓസ്കാർസ് കഴിഞ്ഞതായിരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റിരുന്ന് കണ്ടു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്കാർസ് ഒരു വട്ടമെങ്കിലും ഒരാൾ കണ്ടിരിക്കണം. TV-ലിരുന്നായാലും എങ്ങനെയായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു ഒന്നര എക്സ്പീരിയൻസാണ്. അത് നിങ്ങൾ അറിഞ്ഞാണോ അല്ലെങ്കിൽ വായിച്ചു കാണും. 5 ഓസ്കാർസ് വാരിക്കൂട്ടിയ അനോറ എന്ന് പറയുന്ന സിനിമയെപ്പറ്റി. അനോറ എന്ന് പറയുന്ന സിനിമ വളരെ കിടിലമായിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഗൈസ്. വെറും കിടിലം മേക്കിങ്ങും ഇതിന് കിട്ടിയ ഓരോ 5 ഓസ്കാറും ഇതിന് എന്താ പറയുക ആപ്റ്റാണ്. ഇത് ഡിസർവ് ചെയ്യുന്നുണ്ട്. ബാക്ക് ടു ദ വീഡിയോ. എന്തൊക്കെ തന്നെയാലും ഡെയർ ഡെവിൾ ബോൺ അഗൈൻ നമ്മുടെ എന്താ പറയുക മാർവൽ ഹിസ്റ്ററി തന്നെ ഏറ്റവും ബ്രൂട്ടലാകും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സംഭവമൊക്കെ നമ്മൾ കണ്ടതെന്ന് പറയുന്നത് മറ്റേ ഫാൽക്കൺ ആൻഡ് ദ വിൻ്റർ സോൾജറിലും ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് വന്ന അങ്ങേരി ജോൺ വാക്കർ വന്നിട്ട് മറ്റേ ഷീൽഡ് വെച്ച് ഒരുത്തനെ അടിച്ചടിച്ച് കൊന്നതാണ്. അതൊന്നും ബ്ലഡ് വരുന്നതായിട്ട് കണ്ടത്, പക്ഷേ ബ്രൂട്ടലായില്ല. പക്ഷേ ഇതിൽ ബ്ലഡ് വരും, എല്ലാം വരും. വളരെ ബ്രൂട്ടലായിട്ടുള്ള സീരീസ് ആയിരിക്കും. സ്റ്റോറി വൈസ് ഒരു പിടുത്തം തരാതെയാണ് പോകുന്നത്. പക്ഷേ ആ ഒരു ടീസറിലും ട്രെയിലറിൻ്റെ ഒരു ത്രെഡ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡെയർ ഡെവിളിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകണം. ആ ഒരു പ്രശ്നം വന്നിട്ട് ആ ഒരു പ്രശ്നം കാരണം ആ ഒരു വിജിലാൻറ്റി ലൈഫ് നമ്മുടെ ഡെയർ ഡെവിൾ നിർത്തുന്നതായിട്ടായിരിക്കാം കാണുന്നത്. പിന്നീടൊരു പ്രശ്നം വരുമ്പോൾ വീണ്ടും ആ ഒരു ഷൂട്ട് എടുക്കുന്നു, ഒരു സൂപ്പർ ഹീറോ ആവുന്നു. അതാവും നമ്മൾ കാണുന്നത്.
എന്തൊക്കെ തന്നെയായാലും ഞാൻ ഈ ഒരു സീരീസിന് വേണ്ടി വളരെയധികം വെയിറ്റിംഗ് ആണ്. നിങ്ങളും വെയിറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇത്രയൊക്കെയായിരുന്നു ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുണ്ടായത്. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, മറ്റൊരു മാർവൽ വേണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ആത്മജന സൈനിങ് ഔട്ട്. സൂപ്പർ എൻ്റർടൈൻമെൻറ്റ്. സൂപ്പർ ഹീറോസ്.